കോട്ടയം തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികന് നേരെ ആക്രമണം. കുർബാനയ്ക്കിടെ വിമത വിഭാഗമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഫാദർ ജോൺ തോട്ടുപുറത്തിന് പരുക്കേറ്റു. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. സനോജ്, എന്താണുണ്ടായത്? എന്താണ് ഇവരുടെ പ്രകോപനം? അന്ന, അങ്കമാലി അതിരൂപതയിലെ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തെ തുടർന്നാണ് തലയോലപ്പറമ്പ് പള്ളിയിലും തർക്കമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിലാണ് കുർബാനയ്ക്കിടെ വൈദികന് നേരെ ആക്രമണമുണ്ടായത്. കുർബാനയ്ക്കിടെ വിമത വിഭാഗം ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഫാദർ ജോൺ തോട്ടുപുറത്തിന് പരിക്കേറ്റു. ആക്രമികൾ മൈക്കും ബലിവസ്തുക്കളും തട്ടിത്തെറിപ്പിച്ചു. അൾത്താരയിലായിരുന്നു ഈ ആക്രമണം അരങ്ങേറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തലയോലപ്പറമ്പ് പോലീസ് സംഭവത്തെ തുടർന്ന് പള്ളി പൂട്ടുകയായിരുന്നു. അങ്ങനെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തിയത്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷമാണ് അരങ്ങേറിയത്. അന്ന, സനോജ്, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കാലങ്ങളായി സഭയിൽ തുടരുന്നതാണ്. അതിൽ വത്തിക്കാൻ എടുത്തിരിക്കുന്ന നിലപാട്, മാർപ്പാപ്പ എടുത്തിരിക്കുന്ന നിലപാടിൽ വിമത വിഭാഗത്തിനുള്ള എതിർപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ഇതിന് മുൻപുണ്ട്. ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഏകീകൃത കുർബാനയായിരിക്കും സ്വാഭാവികമായും പള്ളിയിൽ നടന്നിട്ടുണ്ടാവുക. അതാണോ പ്രകോപനത്തിന് കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായോ പള്ളിക്കകത്ത്? അന്ന, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്കമാലി അതിരൂപതയിൽ കാലങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ ഇടവകകളിലും തർക്കം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ഒടുവിൽ കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തിയത്. സഭ ഈ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വിശ്വാസികൾക്കിടയിൽ ഇത് വിശ്വാസതയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഇപ്പോൾ രണ്ട് ചേരികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ ദേവാലയങ്ങളിൽ സമാനമായ രീതിയിലുള്ള സംഘർഷാവസ്ഥകൾ ഉണ്ട്. അതിനെ തുടർന്നുള്ള ഒരു സാഹചര്യമാണ് ഈ തലയോലപ്പറമ്പിലും ഇന്നുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന, ശരി. കോട്ടയം തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ അനിഷ്ട സംഭവങ്ങൾ, കുർബാനയ്ക്കിടെ വൈദികന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്ന ആ ദൃശ്യങ്ങളടക്കമാണ് സനോജ് സുരേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ടയത്തു നിന്ന്.